ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു സോയിൽ ക്ലേ ഉണ്ടാക്കിയാലോ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഉണ്ടായി കഴിഞ്ഞു എന്നറിയാം. നമ്മൾ കുറേയൊക്കെ ലേറ്റായി ഉണ്ടാക്കാൻ, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ലേറ്റ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. മണ്ണ് ഞാൻ കളച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അടിയിലും കുറച്ച് മേലെ മണ്ണൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് അടിയിൽ നിന്നുള്ള മണ്ണെടുത്തിട്ടുള്ളത്, കാരണം വലിയ വലിയ കല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവാതൊക്കെ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഞാൻ കൈയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൽ കിടക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് തടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ആ അടിയിൽ നിന്ന് മണ്ണ് കൈയിട്ട് കോരിയെടുത്തിട്ട് അതാണ് കേട്ടോ തടിച്ചെടുക്കുന്നത്. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷമായിട്ട് ഞാൻ തടിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരുന്ന ഒരു ബനിയൻ ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദക്ക് നിൽക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഒരു വായനാട് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ടും ആ വായനാട് അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളകി പോരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, അത് പോരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ബനിയൻ ക്ലോത്തൊന്നും എടുക്കാൻ നിൽക്കണ്ട, നല്ല തോർത്തുമുണ്ടോ അങ്ങനത്തെ എടുക്കട്ടോ. അവർക്ക് തയ്ച്ചെടുക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിളായി വരാട്ടോ. പിന്നെ ഞാനിത് 2 പ്രാവശ്യം തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ ചണ്ടയും കാര്യങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യം തയ്ച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കാർക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ക്യാപ്ഷൻ്റെ നേരെ മേലെ ചെറിയ ഐക്കൺ ഉണ്ടാവും, അതിൽ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. അതിലൊന്നുകൂടി ഞാൻ വിശദമാക്കി പറയുന്നുണ്ട് കേട്ടോ, വിശദമാക്കി ടൈം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതൊരു 2 ദിവസത്തോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ 2 മണിക്കൂർ മതി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് 2 മണിക്കൂറൊന്നും നന്നായില്ല. 2 ദിവസത്തോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴാണ് കേട്ടോ ശരിക്കായി കിട്ടിയത്. പിന്നെ ലാസ്റ്റ് വന്ന് നമ്മളൊക്കെ ഇതാണ് കേട്ടോ, അത് ഞാനൊരു വേറൊരു ക്ലോത്തൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചെറിയ ക്ലോത്തൊക്കെയാണ് മാറ്റിയത്, അതുകൊണ്ട് തന്നെ 2 കിഴിയാക്കി വെക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ കയ്യിൽ വെച്ചായിരുന്നു ആക്കിയിരുന്നത്, അത് ശരിയായില്ല. പിന്നെ ഞാനൊരു കുടത്തിൻ്റെ മേലെ വെച്ചാണ് കേട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബക്കറ്റിൻ്റെ മേലൊക്കെ വെച്ചാക്കാം കേട്ടോ, അപ്പോൾ ഒന്നുകൂടി സ്പേസ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് മാറ്റിയതിന് ശേഷം ഞാനൊരു 2 ദിവസത്തോളം ഒന്ന് കിഴി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് ശരിക്കും നമ്മൾ ക്ലേ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ദിവസം ഭയങ്കര മഴയായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ടൈം എടുത്തത്. അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്നാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ കിഴി ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾ ചെറിയ ചെറിയ കിഴിയാക്കിയാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. വലിയ കിഴിയാക്കുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കുഴക്കുക. ഞാനൊരു അരമണിക്കൂറോളം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയത്. പക്ഷെ നല്ല ടൈം എടുത്ത് കുഴക്കുക കേട്ടോ. ഭയങ്കര ഹാർഡായിട്ടൊന്നും കുഴക്കൊന്നും വേണ്ട, സോഫ്റ്റ് ആയിട്ട് കുഴച്ചാലും മതി കേട്ടോ. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത്